നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മളുടെ എല്ലാവരുടെയും മൊബൈലുകളിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട 5 ഗവൺമെൻറ് ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് സഹായകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതിൽ ആവശ്യമുള്ളത് പറ്റുമെങ്കിൽ 5 തന്നെയും, ചിലപ്പോൾ ഒരെണ്ണം ആവശ്യം വരില്ല, അത് ഞാൻ പറയാം. അത് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യൂ കേട്ടോ. ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ഒന്നാമത് വേണ്ടത് പ്ലേ സ്റ്റോർ എടുക്കുക, എം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണാം, നെക്സ്റ്റ് ജെൻ എം പരിവാഹൻ എന്നുള്ളത്. ഈ ആപ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആപ്ലിക്കേഷനാണ്. ഇതിലൂടെ നമ്മൾക്ക് വെഹിക്കിൾ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഇതിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നാളെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു പോലീസ് ചെക്കിങ്ങോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഈ ആപ്പിൽ കൊടുത്തുള്ള വിർച്വൽ RCയും അല്ലെങ്കിൽ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പോലീസിനെ കാണിച്ചാലും മതിയാകും. അതുകൊണ്ട് വാഹനങ്ങളുള്ളവരും വാഹനങ്ങൾ ഓടിക്കുന്നവരെല്ലാവരും എം പരിവാഹൻ എന്നുള്ള ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് വേണ്ടത് ഉമാങ്ക് എന്നുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ആപ്ലിക്കേഷനാണ്. UMANG. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് എങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വരും. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് പാൻ കാർഡ്, ആധാർ കാർഡ്, പോലീസ് കംപ്ലൈൻറ്റ്, സൈബർ സെല്ല്, PF റിലേറ്റഡ് സർവീസ് എന്ന് വേണ്ട ഒരുപാട് സർവീസുകൾ ഈ ആപ്ലിക്കേഷനിലൂടെ കിട്ടും. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്രയും വേണ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടി വരില്ല, എന്നാലും ചിലർക്കൊക്കെ വേണ്ട ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട്. അതായത് പാസ്പോർട്ട് സേവ ആപ്ലിക്കേഷൻ. അങ്ങനെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കൊടുത്താൽ എം പാസ്പോർട്ട് സേവ ഒരു ആപ്പ് കാണും. അത് ഓപ്പൺ ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് നിലവിലുള്ള പാസ്പോർട്ടിലുള്ളവർക്ക് റിന്യൂ ചെയ്യാൻ പറ്റും, പുതുതായിട്ട് അപേക്ഷിക്കാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറ്റും. ഇത് എങ്ങനെയെന്ന് ഞാൻ കാണിക്കുന്നില്ല, കാരണം എനിക്കിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ഒന്നുമില്ല. പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ അല്ലേ, നമ്മൾ വെറുതെ കാണിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ആവശ്യമുള്ളവർ കയറി നോക്കുക കേട്ടോ. ഇനി അടുത്ത നാലാമത്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഡിജി ലോക്കർ എന്നുള്ള ആപ്ലിക്കേഷൻ. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് 10ാം ക്ലാസ്, +2 മാർക്ക് ലിസ്റ്റ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആപ്പ് തന്നെയാണ്. ഇപ്പോഴൊക്കെ നോക്കിക്കോളൂ, പലപ്പോഴും ലോണൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ആധാർ ഡീറ്റെയിൽ, പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതിന് പകരം അവിടെ ഡിജി ലോക്കറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. ആ ഡിജി ലോക്കറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് വെരിഫൈഡ് ആയിട്ടുള്ള ഒറിജിനൽ മാത്രമാണ് ഇതിൽ വരാൻ പറ്റുക. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെയുള്ള നേരിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന വിവരങ്ങൾ വളരെയധികം വാലിഡ് ആണ്. അപ്പോൾ എല്ലാവരും ഡിജി ലോക്കർ മസ്റ്റ് ആയിട്ട് ചെയ്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത 5ാമത്തെ കാര്യം പറയുന്നത് എം ആധാർ എന്നുള്ള ആപ്ലിക്കേഷൻ. ഇതിലൂടെ നമുക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ആധാറിൽ എന്തെങ്കിലും വിവരങ്ങൾ ചേർക്കാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആധാർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ എല്ലാ ആധാർ ഇതിൽ കാണാനും പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് എം ആധാർ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് കാണിക്കുന്നില്ല. എം ആധാർ എന്നുള്ളത് പ്ലേ സ്റ്റോറിൽ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ 5 ആപ്ലിക്കേഷനും അത്രയും പ്രധാനപ്പെട്ടതാണ്. അതിൽ പാസ്പോർട്ടിൻ്റെ കാര്യം ആവശ്യമെങ്കിൽ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നില്ല, വണ്ടിയും ഇല്ലെങ്കിൽ ആ എം പരിവാഹൻ എന്നുള്ള ആപ്ലിക്കേഷൻ ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെയും ബാക്കിയുള്ള 3 ആപ്ലിക്കേഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഡിജി ലോക്കർ സ്പെഷ്യലി എല്ലാവരും ചെയ്തു വെക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഇതിലൂടെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ട പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയണമെന്നില്ല, അവർക്ക് ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം ഇന്നത്തെ ടെക്നോളജി യുഗത്തിൽ അറിവിന് വലിയ പ്രാധാന്യമുണ്ട്. ദയവായിട്ട് ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. വീഡിയോ അയച്ചു കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.